വിശുദ്ധ അൽഫോൺസാമ ജനിച്ച ഭവനം ഫ്രാൻസിസുകൻ ക്ലാരസ് സഭ ഏറ്റെടുത്തിട്ട് 50 വർഷം പൂർത്തിയായി. ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് സറിയിൽ വിശുദ്ധ കുർബാനയർപ്പിച്ച് ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുടമാളൂർ സെന്റ് മേരീസ് ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറ ഡോക്ടർ മാണി പുതിയിടം, ക്ലാരസ് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്മേരി, അൽഫോൺസ ഭവൻ സുപ്പീരിയർ സിസ്റ്റർ എൽസിൻ എഫ്സിസി, റോയി സീവിയർ പെരുമ്പടപ്പ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. 1910 ഓഗസ്റ്റ് 19 അൽഫോൺസാമ ഇവിടെ ജനിച്ചത്. ജനിച്ച് 37 ദിവസമായപ്പോൾ അമ്മ മേരി മരിച്ചു. തുടർന്ന് മാതൃ സഹോദരി അന്നമ്മയുടെ മുട്ടിച്ചിറയിലെ മുരിക്കൻ വീട്ടിലേക്ക് കുഞ്ഞിനെ മാറ്റുകയും 2.5 വയസ്സായപ്പോൾ വളർത്തമ്മ അന്നമ്മയ്ക്ക് പകർച്ചപ്പനി ബാധിച്ചതോടെ കുടമാളൂരിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. 3ാം ക്ലാസ് പാസ്സാകുന്നതുവരെ അൽഫോൺസാമ ഈ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. കുടമാളൂരിലെ അൽഫോൺസ ജന്മഗൃഹം അൽഫോൺസാമയുടെ സഹോദരി ത്രേസ്യാമ്മയുടെ മകൾ തെറമ്മയിൽ നിന്ന് 1973 ഓഗസ്റ്റ് 5 ഫ്രാൻസിസുകൻ ക്ലാരസ് സഭ ഭവനം ഏറ്റുവാങ്ങിയത്. അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ഗ്രാസിയ, കുടമാളൂർ സുപ്പീരിയർ സിസ്റ്റർ റോസ്മി, സിസ്റ്റർ മെറീന, KC തോമസ് കുന്നുംപുറത്ത്, MV മാണി വക്കച്ചൻ വലിയ വീട്ടിൽ, MP വർക്കിയമറ്റത്തിൽ, അഡ്വക്കേറ്റ് MJ മാണി വലിയ വീട്ടിൽ തുടങ്ങിയവർ ജന്മഗൃഹം ഏറ്റുവാങ്ങാൻ നേതൃത്വം നൽകിയിരുന്നു. ഇവരെ ജൂബിലി ആഘോഷ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. സന്യാസത്തിന്റെ അടിസ്ഥാനം ഈശോയുടെ 2ാമത്തെ വരവിൽ അവനെ മുഖാമുഖം കാണുക എന്നതാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് സറിയിൽ വചന സന്ദേശത്തിൽ വ്യക്തമാക്കി. മണവാളൻ വരും എന്നുള്ള ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന സഭ, അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ധ്യാനിക്കുന്നത്. വിശുദ്ധ അൽഫോൺസാമയുടെ സന്യാസത്തിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. ഏതൊരു സന്യാസത്തിന്റെയും അടിസ്ഥാനം ഈശോയുടെ 2ാമത്തെ വരവിൽ അവനെ മുഖാമുഖം കാണുക, അതിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ ആ കർത്താവിനെ മുഖാമുഖം കാണുന്നതിൻ്റെ ഫലങ്ങൾ ജീവിതത്തിലൂടെ അനേകർക്ക് നൽകുക. കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്നും അവൻ മഹത്വത്തിൽ വരുന്നുവെന്നുമൊക്കെയുള്ള പ്രതീക്ഷയുടെ അടയാളങ്ങളായിട്ടാണ് ഓരോ സന്യാസിയും സന്യാസിനിയുമെല്ലാം ജീവിക്കുക. 1986 മുതൽ 88 വരെ അതിരമ്പുഴ ഫൊറോനയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് പ്രവർത്തകർ കുടമാളൂർ പള്ളിയിൽ നിന്ന് അൽഫോൺസ ജന്മഗൃഹത്തിലേക്ക് അൽഫോൺസ റാലി നടത്തി. ഇതോടെയാണ് ഇവിടേക്ക് തീർത്ഥാടകർ വലിയ സംഘങ്ങളായി എത്തിത്തുടങ്ങിയത്. 1989 അന്നത്തെ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ റവറ ഡോക്ടർ മാണി പുതിയിടത്തിന്റെ നേതൃത്വത്തിൽ ജന്മഗൃഹത്തിലേക്ക് അൽഫോൺസ തീർത്ഥാടനം ആരംഭിച്ചത്. തീർത്ഥാടന ദിനത്തിലും തുടർന്ന് ഓഗസ്റ്റ് 10 മുതൽ 19 വരെ ജന്മഗൃഹത്തിൽ നടക്കുന്ന ജനന തിരുനാൾ ദിനങ്ങളിലും പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ജന്മഗൃഹം സന്ദർശിക്കാൻ എത്തിച്ചേരുന്നത്. എല്ലാ ദിവസവും രാവിലെ 6:30 വിശുദ്ധ കുർബാനയിലും 9 ആരംഭിക്കുന്ന ആരാധനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പങ്കെടുക്കാൻ ധാരാളം വിശ്വാസികൾ എത്തിച്ചേരുന്നു. വൈദ്യനായിരുന്ന പിതാവ് ജോസഫ് അനേകർക്ക് ഭൗതിക സൗഖ്യം പകർന്നിരുന്ന മുട്ടത്തുപാടം ഭവനം ഇന്ന് അൽഫോൺസ ജന്മഗൃഹമെന്ന് അറിയപ്പെടുന്നു. അൽഫോൺസാമയുടെ മധ്യസ്ഥതയാൽ അനേകർക്ക് ആത്മീയവും ഭൗതികവുമായ സൗഖ്യം നേടുന്നുണ്ട്. ഷിക്ന ന്യൂസ്, കോട്ടയം.